നമസ്കാരം. കന്നഡയിൽ നിന്ന് വന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. 7 കഥകളും വ്യത്യസ്തമായ കഥകളാണ്. ആന്തോളജി സീരീസ് എന്ന് പറയുന്നതാകും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക തീം ബേസ് ചെയ്ത കഥകൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പല മനുഷ്യരെക്കുറിച്ച് പറയുന്ന 7 കഥകൾ. ഇതിൽ ഒരു കഥ മലയാളത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്തിട്ടുള്ള ഏകം എന്ന ഈ ആന്തോളജി സീരീസിൽ പ്രകാശ് രാജ്, രാജ്ബി ഷെട്ടി, ഷൈൻ ഷെട്ടി, മൻസി സുധീർ, ബാബു അന്നൂർ, സനൽ അമൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ സീരീസിലെ ഓരോ കഥയിലേക്കോ മറ്റ് വിഷയങ്ങളിലേക്കോ കടക്കുന്നതിന് മുന്നേ ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്നുള്ളത് ലോക്കൽ ഈസ് ഇന്റർനാഷണൽ എന്ന രീതിയിലാണ്. ഓരോ കഥയിലും അവരെടുക്കുന്ന വിഷയങ്ങൾ, അതിലെ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവരുന്ന ഇമോഷൻസ് ഒക്കെ നമുക്ക് വേറെ എവിടെയും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്. മാത്രമല്ല കഥകൾ എന്നത് വളരെ റൂട്ടഡാണ്. ചെറുകഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാവുന്ന 7 കഥകളാണ് ഏകം പറയുന്നത്. പ്രണയവും നഷ്ടങ്ങളും ചെറുചിരികളും ആകാംക്ഷയും ഒക്കെയായി തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ് ഏകം. ഇതിലെ ഓരോ കഥകളിലേക്ക് വരികയാണെങ്കിൽ സുമന്ത് ഭട്ട് സംവിധാനം ചെയ്ത വോയിഡ്, ഗുരുവ എന്ന പേരുള്ള ഒരു ഹണ്ടറിന്റെ കഥയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ബസുമ കൊടകുവാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. കിട്ടില്ലൻ പ്രകടനമായിരുന്നു. അതുപോലെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു കഥ കൂടെയാണ്. കാടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടിലനായി തന്നെ ഈ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഗുരുവ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഇമോഷണൽ ജേണി കൂടെയാണ് ഈ ചിത്രം. ആ കഥാപാത്രത്തിന്റെ കൂടെയുള്ള യാത്ര എന്നത് എല്ലാ രീതിയിലും നമുക്കും സാധ്യമാവുന്ന കൂടെയുണ്ട്. സുമന്ത് ഭട്ട് തന്നെ സംവിധാനം ചെയ്ത് രാജ്ബി ഷെട്ടി പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്ന മസ്കരേറ്റ് ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന കഥയാണ്. ധനരാജ എന്നാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. പക്ഷേ കയ്യിൽ ധനമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ഒരു പരിപാടി തുടങ്ങുന്നതും അതിന്റെ തുടർച്ചയുമൊക്കെയാണ് ഇവിടുത്തെ കഥ. കോമഡിക്കൊപ്പം തന്നെ റിയാലിറ്റിയൂടെ ചേർത്തിട്ടാണ് ഇതിലെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അത് രസകരമായി തന്നെ ആ സെക്ഷനിലുടനീളം വന്നിട്ടുമുണ്ട്. കണ്ടു കഴിയുമ്പോഴും ഒരു ചെറുചിരി സമ്മാനിക്കുന്ന കഥ. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കഥയാണ് ഡെല്യൂഷൻ പറയുന്നത്. സ്കൂളിലെ ക്ലാസ്സിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യം, അതിന് തുടർച്ചയായി ഈ കുട്ടിക്കുണ്ടാവുന്ന സംശയങ്ങൾ, കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് പറയുന്നത്. ഗുഷി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ചിരി മാഞ്ഞു തുടങ്ങുന്ന സമയമാണ് വിഷയമാക്കുന്നതും. കഥയുടെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ആ കുട്ടി നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലെഗസി എന്ന കഥ പറയുന്നത് ഒരു സിനിമാ താരത്തിന്റെ ജീവിതത്തിലെ കോൺട്രവേഴ്സിയുമായിട്ടുള്ള ഒരു കഥയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കഥ കൂടെയാണെന്ന് പറയാം. കിടിലൻ പ്രകടനങ്ങൾ കൂടെയായിരുന്നു. ഡെല്യൂഷൻ, ലെഗസി എന്നിവയും സുമന്ത് ഭട്ട് തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സനൽ അമൻ, സ്വരൂപ് എളമൺ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത കഥയാണ് പ്രകാശ് രാജ് പ്രധാന വേഷത്തിലെത്തിയ ട്രഡീഷൻ എന്ന കഥ. സൈക്കോളജിക്കലിയാണ് കഥയുടെ ഒരു വികാസം എന്ന് പറയുന്നത്. മരണം, ജീവിതം, ആചാരങ്ങളൊക്കെയായി നമ്മളെ പിടിച്ചിരുത്തുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഈ കഥയിലുണ്ട്. പ്രകാശ് രാജ് കിടിലനായി തന്നെ ചെയ്തിട്ടുണ്ട്. ശങ്കർ ഗംഗാധരൻ, വിവേക് വിനോദ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഫ്ലൈറ്റ്, മഞ്ജുളയും തോമസും തമ്മിലൊരു പ്രണയ കഥയാണ് ചിത്രം. സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രണയത്തിൽ വിഷയമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പശ്ചാത്തലത്തിലല്ല, അവതരണത്തിൽ ഒരു പുതുമ കൊണ്ടുവരുന്നുണ്ട്. ഒരു ചെറു ചിരിയോടെ തന്നെ കണ്ട് അവസാനിപ്പിക്കാം. സനൽ അമൻ, സ്വരൂപ് എളമൺ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഐഡന്റിറ്റി മലയാളത്തിലാണ് വന്നിരിക്കുന്നത്. ബാബു അന്നൂർ, സനൽ അമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. എഴുത്തുകാരനെ തേടി ഒരു അപരിചിതൻ വരുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു സസ്പെൻസ് നിലനിർത്തി തന്നെ രസകരമായി തന്നെ കഥ പറയുന്നുണ്ട്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇതിലെ കഥകൾ എന്താണ് പറയുന്നത് എന്നുള്ളൊരു ആമുഖം മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. ഓരോ കഥയുടെ ദൈർഘ്യം പല വിധത്തിലാണ്. 25 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ എന്നൊക്കെ ആവറേജ് പറയാം. തീർച്ചയായും പരിഗണിക്കേണ്ടുന്ന ഒരു കാഴ്ച തന്നെയായിട്ടാണ് ഏകം എനിക്ക് അനുഭവപ്പെട്ടത്. കഥ നടക്കുന്ന സ്പേസ്, അവിടുത്തെ കൾച്ചറൊക്കെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കഥകളുടെയും അവസാനം എന്നത് പ്രേക്ഷകനിൽ അവശേഷിപ്പിക്കുന്ന ചിലതുണ്ട്. അത് ആ കഥകളിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒരു റീവിസിറ്റ് കൂടെ സാധ്യമാക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലും അങ്ങനെയൊന്നും മനസ്സിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോകുന്ന കാഴ്ചകളല്ല എന്ന് ചുരുക്കം. ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. സോളിഡായ, റൂട്ടഡായ കഥകളെയും കഥാപാത്രങ്ങളെയും കാണാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഒരു സിനിമ കാണുന്ന കാശിന് ഈ കഥകളൊക്കെ കാണാം. വേറെയും ചില ഗുണങ്ങളുണ്ട് ഈ സൈറ്റിൽ പോവുകയാണെങ്കിൽ. അത് നിങ്ങൾ സീരീസ് കാണാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അറിയാൻ സാധിക്കും. അപ്പോൾ കണ്ടവരുണ്ട് എങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.